ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് പറയുന്നു? ആ, ഒരർത്ഥത്തിൽ പറഞ്ഞ അങ്ങനെ തന്നെയാ വേണ്ടത്. ഒരാള് കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അമ്മയല്ല വലുത്, ഭാര്യ. ഒച്ച മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് വരില്ലെന്ന്. എന്താ രാധമ്മ ഇത്? നീ എന്തിനാടി ഇങ്ങനെ വാശി ഓടിക്കണേ? എത്ര നാൾ ഈ വാശി കൊണ്ട് നിനക്ക് നടക്കാൻ പറ്റും? ഈ കാരണത്താൽ നീ എന്തോരം ടെൻഷൻ അടിക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ പോട്ടടി. കഴിഞ്ഞൊന്നും അങ്ങനെ പോവില്ല. പിന്നെ നീ എന്നെ സ്നേഹിച്ചു എന്നും രക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥടി ഉള്ളത്? ഞാനും നീയും രണ്ടാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേടി ഈ ദേഷ്യം? നമ്മൾ ഒന്നാണെന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചോ? ഇല്ലല്ലോ. അതെ, ഞാനും നീയും നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതാ സത്യം. പക്ഷേ നമ്മുടെ മകന്റെ കാര്യത്തില് നീ ഇങ്ങനെ മറക്കട മുഷ്ടി കാണിക്കരുത്. ഞാൻ അവന്റെ പിറന്നാളിന് അമ്പലത്തിലേക്കൊന്നും വരില്ല. എന്നെ ധിക്കരിച്ച് ജീവിക്കുന്ന അവൻ എന്റെ മകനല്ല. രാധമ്മയുമായി വഴക്കിലാണല്ലേ? അതിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് പതിവുള്ളതല്ലേ. ഏതായാലും ഞാൻ അവൾ തമ്മിലുള്ള പിണക്കം ഇത്രയും ദിവസം നീണ്ടുപോകുന്നത് ആദ്യമായിട്ടാ. ഇതിനൊക്കെ കാരണക്കാരി അവള് തന്നെ. എന്താ സംശയം? കനകവും കാക്കപ്പനും തമ്മില് തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കുഴപ്പ. നാളെ അവന്റെ പിറന്നാളാ. അവൻ ജനിച്ച 1ാം പിറന്നാൾ മുതല് കഴിഞ്ഞ വർഷം വരെ വളരെ ആഘോഷമായിട്ടാണ് നടത്തിയിരുന്നത്. അധികം ആർഭാടൊന്നും ഇല്ലെങ്കിലും വളരെ നന്നായ രാധമ്മ മുൻകൈയെടുത്ത് നടത്തിയിരുന്നത്. രാവിലെ കൂരമ്പുകാവിൽ അമ്പലത്തിൽ പോവും, വഴിപാട് കഴിപ്പിച്ച് പ്രാർത്ഥിക്കും. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ സദ്യ, വൈകിട്ടൊരു കേക്ക് മുറിക്കൽ. രാധ ഇങ്ങനെ അടഞ്ഞു നിൽക്കുമ്പോ എന്ത് ചെയ്യാനാ? ഞാൻ മക്കളുടെ കാര്യങ്ങൾ വളരെ കെയർ ചെയ്യുന്ന ഒരാളാ. എനിക്കിതൊക്കെ വലിയ വിഷമമാണ്. അങ്കിള് വിഷമിക്കാതെ. ഇത്തവണയും പിറന്നാൾ ആഘോഷമൊക്കെ നന്നായിട്ട് നടക്കും. അങ്കിള് വാ, നല്ല തണുപ്പുണ്ട്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഇതൊക്കെ കീടനാശിനി അടിച്ചതാണെന്നേ. കീടനാശിനി അടിച്ചില്ലെങ്കിലേ ഇതിനകത്തൊക്കെ പുഴു കാണും, ഒന്നും കഴിക്കാൻ കൊള്ളത്തില്ല. പപ്പായയില് വരെ കീടനാശിനിയാ. ആ, അത് ചേന്റെ അമ്മ പറഞ്ഞത് ശരിയാ. കഴിഞ്ഞ ദിവസേ അടുക്കളയില് ഭയങ്കര ഫുരുടാന്റെ മണം. ഞാൻ ചെന്ന് നോക്കുമ്പോഴെന്താ ഒരു പൈനാപ്പിൾ ഇന്ന് ചീഞ്ഞ് മണക്കുന്നു. ഇതാ ഞാൻ പറയുന്നത്, വല്ല ഇറച്ചിയോ മീനോ വാങ്ങിച്ചു വയ്ക്കാൻ. അല്ല, മീനിലെ അമോണിയയും ഇറച്ചിയിൽ ചതിയും കാണും. എന്നാലും തമ്മിൽ ഭേദം ഈ തൊമ്മന. ഏത് തൊമ്മനായാലും ഒടുവില് മാരക രോഗം. സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ രാധമ്മയുടെ മുഖത്തെ വെളിച്ചം അങ്ങ് പോയി. വിശാലും കുരിശ് കാണും പോലെയാ രാധമ്മ എന്നെയും കുഞ്ഞിനെയും കാണുമ്പോ. അതെ, നാളെ നമ്മുടെ രാജുവിന്റെ പിറന്നാളല്ലേ? ആണോ? കാര്യം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ചെറുക്കന്റെ പിറന്നാള് നമുക്ക് അടിച്ചു പൊളിക്കണം. പിന്നെ അതിൽ ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല, വെജിറ്റേറിയൻ സദ്യ ആയിരിക്കും. അതിനിപ്പോ എന്താ? ഇവിടെ കയറി വന്നങ്ങ് താമസമായതോടെ ഞാൻ പശുവിനെ ആടിനെയും പോലെയായി. ഈ കാട്ടുപടലങ്ങളെല്ലാം തിന്ന് ശീലിച്ചു. ഒന്നും ഇല്ലെങ്കിലും അടപ്രഥമൻ എനിക്ക് ഭയങ്കര ഇഷ്ടോ. പിന്നെ തേങ്ങാ പായസവും.
മനപ്പായസം കുടിക്കാനേ നിവർത്തിയുള്ളൂ. എന്താച്ചാ പിറന്നാളാഘോഷം ഒന്നും നടത്തുന്നില്ലേ? പിറന്നാളാഘോഷത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് പിറന്നാളുകാരന്റെ അമ്മയാ. പക്ഷെ അമ്മ ഇപ്പോ ഭരണപക്ഷത്തല്ല, പ്രതിപക്ഷത്താണ്. ഈ ഒരു ദിവസത്തേക്ക് ഈ എതിർപ്പൊക്കെ അങ്ങ് മാറ്റിവെക്കാം. ആഘോഷം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും എതിർപ്പായിക്കോ? ഇവരെന്തോന്ന് വർത്തമാനായി പറയുന്നത്? അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ മാറ്റിമറിക്കാൻ പറ്റുമോ? പോടാ അവിടുന്ന്. എന്തോന്ന് മാനസികാവസ്ഥയാടാ. അല്ല, കണ്ടവന്റെ പിറന്നാളിനെ കുറിച്ചൊന്നും അല്ലല്ലോ പറയുന്നത്. സ്വന്തം മകന്റെ പിറന്നാളിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഒരു കാര്യം ചെയ്താലോ? ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും പിറന്നാളിന് വഴിപാടുകളെല്ലാം നടത്തിയില്ലേ പറ്റൂ. നാളെ ഞാൻ രാജുവിനെയും കൂട്ടി അമ്പലത്തിൽ പോയാലോ? രാധമ്മ കൂരുമ്പക്കാവില് നടത്താനിരുന്ന വഴിപാടുകളൊക്കെ ഞാൻ നടത്താം. അമ്പടി തങ്കച്ചി, ഈ രാധമ്മയുടെ ചങ്കിനകത്തിട്ടാണല്ലോ ആണി അടിച്ചത്. എന്ത് പറയുന്നു? ആ, ഒരർത്ഥത്തിൽ പറഞ്ഞ അങ്ങനെ തന്നെയാ വേണ്ടത്. ഒരാള് കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അമ്മയല്ല വലുത്, ഭാര്യ. ഭർത്താവിന്റെ പിറന്നാൾ കാര്യം നോക്കേണ്ടത് ഭാര്യയുടെ കടമ തന്നെയാ. നാളെ മോള് രാജുവിനെ അമ്പലത്തിൽ കൊണ്ടുപോയാൽ മതി. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എന്റെ മോൻ എന്നോട് പിണക്കൊന്നും കാണില്ല. ഇത്രയും നാൾ എന്നെ അനുസരിച്ച് നടന്നവനവൻ. ഞാനില്ലാതെ അവൻ അമ്പലത്തിൽ പോവൂ? ഇന്നലെ വന്ന ഇവളുടെ വാക്കൊന്നും അവൻ കേൾക്കില്ല. അല്ല, അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഭാര്യ കൊണ്ടുപോട്ടെ. പക്ഷെ ആഘോഷം മുടക്കരുത്. ഇവള് വിളിക്കുമ്പോ എന്റെ മോൻ പോവെന്ന് എനിക്കൊന്നും അറിയണമല്ലോ.